പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് നമുക്കിന്നൊരു പൂവ് ഉണ്ടാക്കാം. അപ്പോൾ പൂവ് ഏതാണെന്ന് മനസ്സിലായവരെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക, മടക്കി കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ലെങ്ത്തിലാണ് നിങ്ങൾക്ക് പൂവ് വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ഈ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി. എനിക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെന്നുള്ളതുകൊണ്ടിട്ട് ഞാൻ ഒന്നുകൂടി ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു തിന്നായിട്ടുള്ള സാധനം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പൈപ്പ് ക്ലീനർ ഇതേപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ഊരെടുക്കുക. മറ്റേ പൈപ്പ് ക്ലീനർ ഇതേപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം വലിച്ചെടുക്കുക. ഒരുമിച്ച് വെച്ചിട്ട് വലിച്ചെടുത്താലേ രണ്ടിനും സെയിം ഹൈറ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് വെച്ച് വലിച്ചെടുക്കാൻ പറഞ്ഞത്. ഇനി അതിന്റെ അറ്റങ്ങൾ മാത്രം കൂട്ടി കെട്ടി കൊടുക്കുക. എന്നിട്ട് വേറൊരു കമ്പി എടുക്കുക. എന്നിട്ട് ആ കമ്പി നമ്മുടെ പൈപ്പ് ക്ലീനറും കൂടെ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു പച്ച സാധനം ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ ഒരു പച്ച സാധനത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതെങ്ങനെ ചുറ്റി കൊടുക്കേണ്ടതെന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ പേര് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് എനിക്ക് പറഞ്ഞു തരാട്ടെ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 4 പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ഇലക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അടിഭാഗം ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ആകെപ്പാട് ഒരൊറ്റ മിസ്സിംഗ് ഉള്ളത് ഈ പൂവൊക്കെ ഉള്ള ഒരു ചട്ടിയാണ്. അത് നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം.